അഖിമിസ്സലാത്ത ലിദിക്രി. അല്ലാഹു പറയുന്നത് എന്നെ ഓർമ്മിക്കാൻ, എന്റെ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിലനിർത്തണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരെ, പെൺകുട്ടികളെ, പടച്ച റബ്ബിനെ മഹബത്ത് വെക്കുന്ന നമ്മളിൽ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ട സൽഗുണം ഇതാണ്. ഏത് കല്യാണത്തിന്റെ തിരക്കിലാണെങ്കിലും, ഏത് യാത്രയിലാണെങ്കിലും, ഏത് പ്രദേശത്താണെങ്കിലും, ഏത് ബഹളമയമായ അന്തരീക്ഷത്തിലാണെങ്കിലും, ആരോഗ്യം പറ്റ കുറവാണെങ്കിലും, ബുദ്ധിയും ശുദ്ധിയുമുള്ള സമയത്തെല്ലാം സമയനിഷ്ഠയോടുകൂടെ നിസ്കരിക്കുന്ന ശീലം നമുക്കുണ്ടാവണം. അല്ലാഹു തആല നിസ്കരിക്കുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്. അവർക്ക് വലിയ ബഹുമതി അല്ലാഹു കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് കാണാം, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസി അക്റമഹുല്ലാഹു ബിഖംസി ഖിസാൽ. 5 വഖ്ത് നിസ്കാരം ആരെങ്കിലും സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോന്നാൽ 5 ആദരവുകളാണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്നത്. ഒന്നാമത്തെ ബഹുമതി എന്താണ്? ഒന്നാമത്തെ ബഹുമതി തന്നെ അവിടുന്ന് പറയുന്നു, റഫഅല്ലാഹു അൻഹു ലീഖൽ ഐശി. ജീവിത പ്രാരാബ്ദങ്ങളെ അല്ലാഹു ഉയർത്തിക്കൊടുക്കും. ജീവിതത്തിൽ നമുക്കുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഇതൊരു പലിശയിലോ ഏടാകൂടത്തിലോ ഒന്നും പെടാതെ ഇത്തരം ജീവിതോപാധികളൊക്കെ പ്രയാസരഹിതമായി അള്ളാഹു നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തോട് നമുക്ക് സംഘടിപ്പിച്ചു തരും. നമ്മൾ എന്ത് ചെയ്യണം? 5 നേരത്തെ നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കണം. വഴി അല്ലാഹു കാണിച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, റഫഅല്ലാഹു അൻഹു ലീഖൽ വറഫഅല്ലാഹു അൻഹു അദാബൽ ഖബരി. ഖബറിലെ ശിക്ഷ അള്ളാഹു ഉയർത്തിക്കൊടുക്കും. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്നുള്ളത് അനേകം ഹദീസുകൾ കൊണ്ടും ഒന്നിലേറെ ആയത്തുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. നബിതങ്ങൾ നമ്മളോട് പറഞ്ഞു, 5 കാര്യത്തെ തൊട്ട് അല്ലാഹുവോട് നിങ്ങൾ നിസ്കാരത്തിൽ അഭയം ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാരി വഅദാബിൽ ഖബരി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അതിൽ ആദ്യം തന്നെ പറഞ്ഞെന്താ? ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ശിക്ഷയെ കാക്കണം. ഇത് ചൊല്ലി 5 വക്ത് കൃത്യമായി നിസ്കരിച്ചോ അള്ളാഹു നരകത്തിന്റെ അദാബ് ഉയർത്തും. ആ ഭാഗ്യവാന്മാരിലും അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. മൂന്നാമത് അവിടുന്ന് പറഞ്ഞു, വയുഅത്തില്ലാഹു കിതാബഹു ബിയമീനി. നാളെ പരലോകത്ത് നമ്മളെ ജീവിത പുസ്തകം ഒന്നും വിട്ടുപോകാതെ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമുണ്ട്. ആ രേഖ നമ്മളെ കയ്യിലേക്ക് തരുന്നത് 2 രൂപത്തിലാണ്. മലക്കുകൾ നേരെ മുന്നിൽ വന്ന് വലത് കൈയിൽ വെച്ച് തരുന്ന രൂപമുണ്ട്, പിന്നിലൂടെ വന്ന് ഇടത് കൈയിൽ പിടിപ്പിച്ചു പോകുന്ന രൂപവുമുണ്ട്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. വലത് കൈയിൽ കിതാബ് വെക്കപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. പേരിന് ഒരു വിചാരണ മാത്രമാണ്. ആ വിചാരണ പോലും നമുക്ക് ചിലപ്പോ സന്തോഷായിരിക്കും. എന്നിട്ടതാ അവന്റെ ബന്ധുമിത്രാദികളെ സമീപത്തേക്ക് സന്തോഷത്തോടെ അവൻ തുള്ളിച്ചാടി ഓടിച്ചെല്ലുകയാണ്. അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രി ഫസൗഫ യദ്ഉ സുബൂറാ വയസ്ലാ സഈറാ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. ഇടത് കയ്യിൽ കിതാബ് വെക്കപ്പെട്ടവൻ ആർത്തനാഥം അട്ടഹാസം മുഴക്കുകയാണ്. പരാജയം കൊണ്ടവൻ അതാ നിലവിട്ട് കരയുകയാണ്. അല്ലാഹു പറയുന്നവൻ നിലവിളിച്ചോട്ടെ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. ദുനിയാവിൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്തതാ കടപ്പുറത്തൂടെ കുടുംബത്തോടൊപ്പം ഉല്ലസിക്കുകയായിരുന്നു. നിസ്കാരത്തിന്റെ സമയത്തെ അവൻ ഓർത്തിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അവനും വിലപിക്കട്ടെ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, 5 നേരത്തെ കൃത്യമായ നിസ്കാരം ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ വെറും 24 മിനിറ്റ് മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളൂ. അത് തന്നെ ഒന്നിച്ചു വേണ്ട, 5 സമയങ്ങളിൽ മതി. അത് നിഷ്ഠയോടെ ചെയ്താൽ ഈ അഭിമാനകരമായ നമ്മളെ പുസ്തകം വലത് കൈകൊണ്ട് വാങ്ങി വിജയിക്കുന്നവരിൽ നമുക്ക് പെടാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാലാമത്തെ ബഹുമതി എന്താണ്? വയമുറു അല സിറാത്തി കൽ ബർഖി.
നരകത്തിന്റെ മേലെ ഒരു പാലം സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ കടന്നുപോയിട്ട് വേണം എല്ലാവരും സ്വർഗത്തിലെത്താൻ. എന്തിനു വേണ്ടിയാണ്? നരകത്തിന്റെ ഭയാനത നമ്മൾ കാണുമ്പോഴാണ് സ്വർഗത്തിന്റെ വില മനസ്സിലായത്. സ്വർഗത്തിലെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തുക? അതൊന്ന് കണ്ടുപോയിക്കോളി. അതുകൊണ്ട് അതിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് വേറെ വഴി തരൂല. ആ വഴി വിട്ടുകടക്കുമ്പോൾ പ്രകാശവേഗത്തിൽ വഴി വിട്ടുകടക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുന്നു. ആ കൂട്ടത്തിലും റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അഞ്ചാമത്തെ ബഹുമതി വയുദ്ഖിലുഹുല്ലാഹുൽ ജന്നത ബിഗൈരി ഹിസാബ്. പ്രയാസരഹിതമായ വിചാരണ കൊണ്ടാണ് അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. അവരെ ബേജാറാക്കുന്ന ഹിസാബ് ഉണ്ടാവില്ല. അങ്ങനെ വലിയ വിജയം ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന ഒരു കർമ്മമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന നിസ്കാരം. അങ്ങനെ റബ്ബ് കൽപ്പിച്ച നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്.